രാവിലെ കണ്ട ഒരു വലിയ പ്രത്യേകത ഒരു കാര്യം കൂടി മിനിസ്റ്റർ, അതായത് ഞങ്ങൾ മുഖ്യവേദിയിലെ ആ ഉദ്ഘാടന വേദിയിൽ പോയിരുന്നു. പ്രേക്ഷകർക്ക് മുമ്പാകെ അവിടെ മുഖ്യമന്ത്രിയോടൊപ്പം ഇവരെല്ലാം എത്തുന്ന ക്രമീകരണങ്ങളൊക്കെ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു. എല്ലാവരുടെയും ഒരു പങ്കാളിത്തം ആ വേദി ഉദ്ഘാടന വേദിയിൽ കാണാനിടയായി എന്നത് ഒരു വലിയ പ്രത്യേകതയാണ്. അതായത് സർക്കാർ വിചാരിച്ചത്, കാൽക്കുലേറ്റ് ചെയ്തത് അല്ലെങ്കിൽ വിലയിരുത്തിയത് ദേവസ്വം ബോർഡ് ഇപ്പോൾ നടപ്പാക്കുന്നത്, അതായത് ഈ ശബരിമലയുടെ വികസനം എന്നത് അയ്യപ്പ ഭക്തർ അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ അഭിപ്രായങ്ങൾ അതുകൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാവണം ശബരിമലയുടെ വികസനം മുന്നോട്ട് പോകേണ്ടത്. അവരാണ് അതിലൊരു പ്രധാനപ്പെട്ട അഭിപ്രായം പറയേണ്ടത്, ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ. ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് ആകെ ഈ ആഗോള അയ്യപ്പ സംഗമം എത്തിക്കഴിഞ്ഞോ? നമ്മൾ ഇതുവരെ ശബരിമലയുടെ ചരിത്രത്തിൽ ഭക്തരുടെ അഭിപ്രായം കേട്ട് ഇവിടുത്തെ ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു നയരൂപീകരണം നടത്തിയ ചരിത്രമില്ല. ഇത് ഇടം പ്രഥമമായിട്ടാണ് ഭക്തരുടെ അഭിപ്രായം കേട്ട് അവർക്ക് എന്തൊക്കെ പോരായ്മയാണ് ഇവിടെ ഉള്ളത്, അവർക്ക് ഭാവിയിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരുക്കേണ്ടത്, അവർക്കെന്താണ് ഈ വിഷയത്തിൽ ക്രിയാത്മക നിർദ്ദേശങ്ങൾ, ഇതെല്ലാം സംബന്ധിച്ച് ആദ്യമായിട്ടാണ് അവരുടെ അഭിപ്രായം ക്ഷണിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവി വികസന പ്രവർത്തനങ്ങളും ഭാവിയിൽ ഇവിടെ വരുത്തേണ്ട മാറ്റങ്ങളെല്ലാം സംബന്ധിച്ച് ഒരു നയം രൂപം കൊടുക്കുന്ന രൂപത്തിലേക്ക് ദേവസ്വം ബോർഡും അവരെ സഹായിക്കുന്ന ഗവൺമെൻറ്റും എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ വന്ന മറ്റു ഭാഷകളിലുള്ള പ്രതിനിധികൾ, മറ്റ് നാട്ടുകളിൽ നിന്ന് വന്നിട്ടുള്ള പ്രതിനിധികളൊക്കെ ഇത് പങ്കുവെക്കുന്നുണ്ട്. ഇതൊരു പുതിയ ആശയമാണ്, വളരെ നല്ല നിലയ്ക്ക്. കാരണം എല്ലാ മാസവും വരുന്ന സിംഗപ്പൂരിൽ നിന്ന് വന്നൊരു തമിഴ് വംശജനെ ഞാൻ കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാ മാസവും ഇവിടെ വരാറുണ്ട്, എല്ലാ വർഷവുമല്ല എല്ലാ മാസവും. അപ്പോൾ അവരെല്ലാം പറയുന്നത് അവരെ സംബന്ധിച്ച് ഇതൊരു വലിയ പ്രത്യാശ നൽകുന്നതാണെന്നുള്ള. ഇപ്പം നേരത്തെ വീരമണി രാജു മിനിസ്റ്ററോട് സംസാരിക്കുന്നത് കണ്ടു, ഇത്തരം ഒരു ഉദ്യമത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നത് കേട്ടോ. അങ്ങനെ എവിടോട്ട് ചെന്നാലും ഇത് നല്ലതാണ്, നല്ലൊരാശയമാണ്, നന്നായി മുന്നോട്ട് പോകണം എന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞങ്ങളൊക്കെ കണ്ടത്. ശബരിമലയെ ആ അർത്ഥത്തിൽ കാണുന്ന ജനങ്ങളെ സംബന്ധിച്ചോളം പൊതുവിൽ ഈ ആഗോള അയ്യപ്പ സംഘവും അവർ ഏറ്റെടുത്തിരിക്കുന്നു. അതാണ് എങ്ങും എവിടെയും ഇതിൻ്റെ ഒരു ട്രെൻഡ് പൊതുവിൽ കാണാൻ കഴിഞ്ഞത്. ഒന്ന്, ആശയപരമായി പുതിയ ഒരു സംരംഭം. നാളിതുവരെ ആരും ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ഒപ്പം ശബരിമല തീർത്ഥാടന കേന്ദ്രം ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക. മറ്റൊന്ന്, ശബരിമലയുടെ സന്ദേശം ലോകത്ത് മറ്റൊരു തീർത്ഥാടന കേന്ദ്രം. അയ്യോ, സർപ്രൈസ് ആയിട്ട് മിനിസ്റ്റർ തന്നെ പരിചയപ്പെടുത്തട്ടെ അല്ലേ. ഫസ്റ്റ് വെൽക്കം. തമിഴ്നാടിൻ്റെ ദേവസ്വം വകുപ്പ് മന്ത്രി ഡോക്ടർ PK ശേഖര ബാബുജിയാണ് എത്തിച്ചേർന്നത്. അങ്ങേക്ക് സ്വാഗതം, സുസ്വാഗതം സന്നിധാനത്തിൽ. താങ്ക് യു സർ. ഓക്കെ, അങ്ങ് വന്ന് കൊടു. സ്വാമി ശരണം. സന്നിധാനത്ത് പോയിരുന്നു. ഞാൻ ഇവിടെ சபரிமலைக்கு ஒரு 50 years மேலே வருது. 50 வருஷத்தில் 50 வருஷம் மேலே வருது. பல சன்னிதான அமைச்சரில் கண்டு இந்த சன்னிதான அமைச்சரை போல் சிம்பிளான நான் காணலை. இது ஒரு கிரேட் ஆப்பர்ச்சுனிட்டி, ஒரு கிரேட் சங்கமம் டு சபரிமலா. ஆல் த பெஸ்ட். நிச்சயம் இந்த சன்னிதானத்தில் எடுத்து வைக்கிற கோரிக்கைகள் அனைத்தும் ഭഗവാൻ അയ്യപ്പൻ നിറവേറ്റി തരുവാർ. തമിഴ്നാട് സർക്കാരിൻ്റെ ചീഫ് മിനിസ്റ്ററുടെ ഫുൾ സപ്പോർട്ട്. டெஃபினெட்லி கேரளா கவர்மெண்ட் டு தமிழ்நாடு எப்பொழுதுமே ஒத்துமையாக இருக்கும். அதில் பினராயி விஜயனோட எங்களோட CM ரொம்ப அண்டர்ஸ்டாண்டிங்காக இருக்கும். HRNC மினிஸ்டர், தேவസ്വം ബോർഡ് മിനിസ്റ്ററോட ரொம்ப അറ്റാച്ച്ഡാக இருக்கும். ഏതെങ്കിലും പ്രോബ്ലം ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ട് താങ്ക് യു. വളരെ 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 സന്തോഷകരമായ ഈ ഒട്ടും പ്രതീക്ഷിക്കാത്തതായി, ഒട്ടും പ്രതീക്ഷിക്കാത്ത, വളരെ അപ്രതീക്ഷിതമായി ആദരണീയനായ ദേവസ്വം മിനിസ്റ്റർ തമിഴ്നാട്ടിൽ നിന്നെത്തി. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ കൂടി ഈ സന്ദർഭം നമുക്ക് അവസരം ലഭിച്ചു എന്നുള്ളത് ഏറെ അഭിമാനകരവും ആഹ്ലാദകരവുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും സന്തോഷത്തോടു കൂടി അദ്ദേഹം ശബരിമലയിൽ എല്ലാ വർഷവും വരുന്ന ഈ കഴിഞ്ഞ തീർത്ഥാടന കാലഘട്ടത്തിൽ 3 പ്രാവശ്യം വരികയും കഴിഞ്ഞ തീർത്ഥാടന കാലത്തെ കുട്ടി ഏറ്റവും നല്ല അഭിപ്രായം പറയുകയും ചെയ്ത ആളാണ് അദ്ദേഹം. നമ്മുടെ ഇതാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മെസ്സേജാണ് നമുക്ക് കിട്ടിയത്. അതായത് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഈ അയ്യപ്പ സംഗമത്തിന് നൽകിയിട്ടുള്ള ആശംസയുടെ ലെറ്ററാണ് രണ്ടുപേരും പരസ്പരം കൈമാറുന്നത്. അല്ലെങ്കിൽ തമിഴ്നാട് ദേവസ്വം മന്ത്രി അത് നമ്മുടെ ദേവസ്വം മന്ത്രിക്ക് കൈമാറുകയാണ്. So happy. What about Sangam? Sangam is all the best. All the best. Okay. This is actually greetings for Chief Minister. Yes. അതായത് ഇത് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ആശംസാ ലെറ്ററാണ്. വണക്കം.
UP ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥ്, ഡിയർ ശ്രീ VN വാസവൻ ജി എന്ന് പറഞ്ഞിട്ടാണ്. ഐ ആം താങ്ക്ഫുൾ ഫോർ ദ ഇൻവിറ്റേഷൻ ഓഫ് അറ്റൻഡിങ് ആഗോള അയ്യപ്പ സംഗമം ഓൺ 20th September 2025 at Pamba in commemoration of the Platinum Jubilee of the Travancore Devaswam Board. Lord Ayyappa is the divine protector of Dharma. His worship illuminates the path and religious living and inspires the devotees to promote and preserve Saitic values for strengthening harmony, inclusivity and unity. I hope that this conclave would be successful in achieving its objectives. With regards, yours sincerely, Yogi Adityanath എന്ന് പറഞ്ഞ് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ, ക്ഷമിക്കണം, UP മുഖ്യമന്ത്രിയുടെ MK സ്റ്റാലിൻ മനസ്സിൽ നിന്നുകൊണ്ടാണ്. എക്സാക്ട്ലി, ഓൾവേസ് ഇൻ അവർ മൈൻഡ്, കേരള ആൻഡ് തമിഴ്നാട്. ഓക്കെ, അപ്പോൾ നമ്മൾ UP മുഖ്യമന്ത്രിയുടെ ആശംസയാണ് കണ്ടത്. മുമ്പ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ ആശംസയും നമ്മൾ കാണുകയുണ്ടായി. ഓക്കെ, താങ്ക് യു.